എല്ലാ എനിക്ക് ആരുടെയൊക്കെ സംശയമുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ തെളിവ് നമ്മളിലുണ്ട്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ കൈമാറിയിട്ടുണ്ട്. അവരത് കൃത്യമായിട്ട് അവരിലോട്ട് എത്തും. അതിന് സമയം എടുക്കുമായിരിക്കും. എന്നാൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നല്ലൊരു അന്വേഷണമാണ് നടക്കുന്നത്. വീഴ്ച കുറ്റക്കാട് കണ്ടെത്താനുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. എന്റെ മകനെ കൊല്ലുന്നത് 18-ാം തീയതി. ഈ 18-ാം തീയതി വൈകുന്നേരം VC അവിടെ ഉണ്ട്. 19-ാം തീയതി VC അവിടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക അവിടുത്തെ അധ്യാപകരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. ആ ഇടതുപക്ഷത്തിന്റെ അധ്യാപകർ അവരെ വോട്ട് ഉറപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് എന്റെ മകന്റെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ ഈ VC അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളവർത്തന്നെ അവിടെ വെച്ചുകൊണ്ടിരിക്കണോ വേണ്ടെന്നുള്ളത് കോടതി തീരുമാനിക്കുന്നു. അപ്പോൾ അതിന്റെ ബഹുമാനപ്പെട്ട ചാൻസലർ അതിന് നടപടിയെടുത്ത് അത് കൃത്യമായിട്ട് അതിന്റെ വിവരം കിട്ടി. അതിനുശേഷം ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഈ മരണം നടന്നതിന് ശേഷം, ഈ കൊലപാതകം നടന്നതിന് ശേഷം എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും ഒരെണ്ണം പോലും എടുത്തിട്ടില്ല. സിദ്ധാർത്ഥിന്റെ മരണത്തിലെ അവസാനം CBI കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കേരള പോലീസിന് അന്വേഷണമായിട്ട് CBI അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തിരിക്കുന്നു. ഉറപ്പായോ പ്രതികളല്ല ഇനി പിടിയിലാവുമെന്ന്? എനിക്ക് തന്നെ ഉറപ്പുണ്ട്. കാരണം അത് CBI അന്വേഷണമുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് എല്ലാ പ്രതികളും പിടിയിലാവുകയും ചെയ്യും. അവർക്ക് ഏറ്റവും നല്ല ശിക്ഷ തന്നെ, ഏറ്റവും നിയമം അനുവദിക്കാവുന്നതിൽ ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ അവർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാര്യം കേരള പോലീസല്ല ഇപ്പം അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. CBI അന്വേഷണമുണ്ട്, പിന്നെ ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നുണ്ട്, എല്ലാ അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് എല്ലാ പ്രതികളെ പിടിക്കും. ഇനിയും പ്രതികൾ വരാനുണ്ടെന്ന് പറയുന്നു. എല്ലാവരും പിടിക്കും. എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. CBIയുടെ FIR-ൽ 21-ാമത്തെ പ്രതി ഒരു അജ്ഞാത പ്രതി എന്ന് പറയുന്നുണ്ട്. ആ പ്രതി ആരായിരിക്കണം എന്നാണ് അച്ഛൻ്റെ ആഗ്രഹം? അല്ല, നമുക്ക് അങ്ങനെ ഒരാളായിട്ടൊന്നും പറയാൻ പറ്റൂല. ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അക്ഷയുണ്ട്, ബിൻസിയുണ്ട്, വാട്ടർ, ഡെയിലി അസിസ്റ്റന്റ് വാർഡ്, കാർഡിനാണ്, എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് നമ്മളാഗ്രഹം പ്രതീക്ഷിക്കുന്നത് അക്ഷയ ആയിക്കഴിഞ്ഞാൽ, ഈ അക്ഷയോ ബിൻസിയോ രണ്ടുപേരാളായി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളെ ഒരു പ്രതീക്ഷ അതായിരുന്നു. പക്ഷെ എന്തായിരുന്നാലും ആരെയാണെങ്കിലും നമുക്ക് ആരെങ്കിലും വരട്ടെ. കാരണം CBI അന്വേഷണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ അത്രയ്ക്കും നല്ല സൂക്ഷ്മമായിട്ടാണ് അന്വേഷിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ആളിനെ തന്നെ പിടിക്കണമെന്നില്ലല്ലോ. നമ്മളൊരു കാര്യം പറഞ്ഞത് അവർ അതിന്റെ വ്യക്തമായിട്ടും ആ കറക്റ്റ് ട്രാക്കിൽ പോയിട്ട് കറക്റ്റായിട്ടുള്ള ആൾക്കാർ തന്നെ പിടികൂടുള്ളൂ. അത് നമുക്ക് ഉറപ്പുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. SF-യുടെ ആർഷയെ ഇതുവരെയും CBI ചോദ്യം ചെയ്തിട്ടില്ല. അതിനെ പറ്റി അച്ഛൻ എന്താണ് പറയാനുള്ളത്? SF-യുടെ ആർഷയുടെ പങ്ക് ചിലപ്പം ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമുക്കാരും അറിയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്റെ മകൻ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. ആർഷയെ പറ്റി അച്ഛൻ CBIയോട് പറഞ്ഞായിരുന്നു? ഞാൻ പറഞ്ഞു, അത് എല്ലാ കാര്യം പറഞ്ഞു. നമ്മളിപ്പം ആരുടെ പേരും ഒരുപാട് പേരുണ്ട്. നമുക്ക് അതിപ്പം അന്വേഷണം നടക്കുന്നുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. ആരുടെയൊക്കെയൊന്നും പറയാൻ പറ്റില്ല. അന്വേഷണം നടക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ CBIക്ക് മൊഴി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം നമുക്ക് വേണം. രഹസ്യം കാത്തുസൂക്ഷിച്ചേ പറ്റും. എനിക്ക് ആരുടെയൊക്കെ സംശയമുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ തെളിവ് നമ്മളിലുണ്ട്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ കൈമാറിയിട്ടുണ്ട്. അവരത് കൃത്യമായിട്ട് അവരിലോട്ട് എത്തും. അതിന് സമയം എടുക്കുമായിരിക്കും. എന്നാൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നല്ലൊരു അന്വേഷണമാണ് നടക്കുന്നത്. ഏതാനും ദിവസങ്ങൾ വൈസ് ചാൻസലർ കോടതിയിൽ ചെന്ന് പറഞ്ഞു കുറ്റം ചെയ്തിട്ടില്ല, എന്റെ സസ്പെൻഷൻ പിൻവലിക്കണം. കോടതിയെ ഹർജി തള്ളി. ഇപ്പൊ കോടതിയും അച്ഛന്റെ കൂടെയാണെന്ന് ഉറപ്പുണ്ട്? കോടതി എന്റെ കൂടെ ആണ് എന്നല്ല പറയുന്നത്. കോടതി ന്യായത്തിന്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ കാണിക്കുന്നത് ചിലപ്പോൾ ന്യായമാണോ അന്യായമാണോ, ചിലപ്പോൾ ഞാൻ ന്യായം പറയും, അന്യായം പറയുമായിരിക്കും. പക്ഷെ കോടതി നിൽക്കുന്നത് ന്യായത്തിലാണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് നീതി കിട്ടും. അതാ കറക്റ്റ്. അതാണ് അതിന്റെ ശരിയായ വാക്ക്. കാരണം കോടതിക്ക് അറിയാം എന്താണ് കറക്റ്റ് ചെയ്യുക. തലനായക എന്ന് പറയുമല്ലോ, അത്ര കീറി പരിശോധിച്ചിട്ട് ആണ് VC ഈ കുറ്റക്കാരാണ് കണ്ടെത്തി. VC കുറ്റക്കാരെ കണ്ടെത്താനുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. എന്റെ മകനെ കൊല്ലുന്നത് 18-ാം തീയതി. ഈ 18-ാം തീയതി വൈകുന്നേരം VC അവിടെ ഉണ്ട്. 19-ാം തീയതി VC അവിടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക അവിടുത്തെ അധ്യാപകരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. ആ ഇടതുപക്ഷത്തിന്റെ അധ്യാപകർ അവരെ വോട്ട് ഉറപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് എന്റെ മകന്റെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ ഈ VC അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ ഉച്ചയ്ക്കുള്ള അധ്യാപകർക്ക് ബിരിയാണി വാങ്ങി കൊടുത്തേക്കും. അവിടെ ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ദാരുണമായി കൊല്ലപ്പെട്ടിട്ടാണ് ഈ ചെയ്യുന്നത്. ഈ VC ശശീന്ദ്രനാഥ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർത്തന്നെ അവിടെ വെച്ചുകൊണ്ടിരിക്കണോ വേണ്ടെന്നുള്ളത് കോടതി തീരുമാനിക്കുന്നു. അപ്പോൾ അതിന്റെ ബഹുമാനപ്പെട്ട ചാൻസലർ അതിന് നടപടിയെടുത്ത് അത് കൃത്യമായിട്ട് അതിന്റെ വിവരം കിട്ടി. അതിനുശേഷം ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഈ മരണം നടന്നതിന് ശേഷം, ഈ കൊലപാതകം നടന്നതിന് ശേഷം എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും ഒരെണ്ണം പോലും എടുത്തിട്ടില്ല.
ഇയാൾ ആക്ഷൻ എടുത്തതെന്ന് പറഞ്ഞാൽ ആന്റി റാങ്കിങ് സ്ക്വാഡിന്റെ റിപ്പോർട്ട്, ഡൽഹിയിൽ നിന്നുള്ള ആന്റി റാങ്കിങ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ VC എന്തെങ്കിലും ഒരു ചെറിയൊരു ആക്ഷൻ എടുത്തേക്കുന്നത്. അത് 3-4 ദിവസം കഴിഞ്ഞിട്ട് അതുവരെയ്ക്ക് ഈ VC അനങ്ങിയിട്ടില്ല. അത് ഈ സർക്കാർ ഇയാളെ ഒതുക്കി, അല്ലെങ്കിൽ ഇയാളെ ഒതുക്കി വെച്ചു, ഇയാളെല്ലാം മൂടി വെച്ചു. ഇത്രയും വലിയ വൃത്തികേട് കാണിക്കുന്ന ഈ VCയെ ആരെങ്കിലും വെച്ചുകൊണ്ടിരിക്കും. കോടതി ശരിക്കും ഉചിതമായ ഒരു തീരുമാനം തന്നെയാണ് എടുത്തത്. അപ്പം കോടതി ന്യായത്തിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ഇത് വളരെയേറെ നന്ദിയുണ്ട് ഈ കോടതിയോടും ബഹുമാനപ്പെട്ട ഗവർണറോടും എല്ലാത്തിനും ഈ ന്യായത്തിൽ കൂടെ നിൽക്കുന്നതിന്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് നമ്മൾ അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സന്തോഷമുണ്ട്. ചില പത്രമാധ്യമങ്ങൾ പറയും കേരള പോലീസ് കൊടുത്ത കുറ്റപത്രം, അതായത് സിദ്ധാർത്ഥ് സ്വയം ആത്മഹത്യ ചെയ്തു, അതേപോലെയാണ് CBIയുടെ കുറ്റപത്രം ചില പത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. കേരള പോലീസ് അന്വേഷണം ശരിയാണ് എന്നാണ് CBI പറയുന്നതെന്ന് ചില പത്രങ്ങൾ പറയുന്നുണ്ട്. ആ വാർത്ത വിശ്വസിക്കുന്നുണ്ടോ? അല്ല, പത്രത്തിൽ പറഞ്ഞ വാർത്തകൾ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. പത്രം പലതും പറയും. ഇപ്പം പത്രം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയണ ശരിയല്ല. എന്നാലും പറയാം, ചില പത്രങ്ങൾ പല രാഷ്ട്രീയ ചായ്വുകളുണ്ട്, ബാക്കിയുള്ള പത്രങ്ങളിൽ ചില അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ചായ്വുകളുണ്ട്. ചില പത്രങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ന്യൂസ് പഠിച്ചാൽ വിട്ടു കഴിഞ്ഞാൽ എൻ്റെ വായിൽ ചിലപ്പോൾ ഏതെങ്കിലും വരണം. ചിലപ്പം അവർ പറയും CBI ശരിയല്ല, ഇങ്ങനെ ചെയ്തേക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ CBIയോട് പറയണം. അത് അവർക്ക് പെട്ടെന്ന് അവർക്ക് അതങ്ങ് ക്യാച്ച് ചെയ്തിട്ട് അവർക്ക് സ്പ്രെഡാക്കിയിട്ട് കേസിന്റെ പഴുത്തിരുവാകും. അങ്ങനെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. നമ്മൾ പറയുമല്ലോ മഞ്ഞപ്പത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എനിക്കത് പറയാൻ താല്പര്യമില്ല ആ പേര്, എന്നാൽ ഞാൻ പറയാം. അങ്ങനെയുള്ള കുറച്ച് പത്രങ്ങളുണ്ട്. അപ്പം ഞാൻ അതിലോട്ടൊന്നും കൂടുതൽ അങ്ങോട്ട് പോകില്ല, അത് വായിക്കാനും പോകില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാനുള്ള കാര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ CBI നമ്മൾ അറിയിക്കുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ആ സംശയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ചോദിക്കാമായിരിക്കും. നമുക്ക് ആവശ്യമുള്ള നേരിട്ട് ചോദിക്കുമല്ലോ. എന്തിനായി പത്രത്തിന്റെ പുറകെ പോകുന്നു? പത്രത്തിന്റെ പുറകെ അവർക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പിന്നെ പോലീസിന്റെ കാര്യം, പോലീസ് കുറ്റപത്രം കൊടുത്തത് നമുക്കറിയാം. പോലീസ് കുറ്റപത്രം എന്ന് പറഞ്ഞാൽ സഭയിലുള്ള തീവ്രവാദികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് കുറ്റപത്രം കൊടുത്തത്. അത് അവരെ നക്സലുകളായിട്ടുള്ള ഏമാരെ രക്ഷിക്കണം. പിന്നെ ഈ അതിന് ഇടതുപക്ഷം കൂടെ നിന്ന് അതിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ഇവിടുത്തെ സർക്കാരും കൂടെ നിൽക്കണം. നിങ്ങൾ എങ്ങനെ കൊടുക്കണമെന്ന് അവിടെ എഴുതി കൊടുക്കണം. അവിടെ നിന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് എഴുതി കൊടുക്കും, ഈ രീതിയിൽ നിങ്ങൾ എഴുതി വിട്ടാൽ മതിയെന്ന്. ആ രീതിയിൽ തന്നെ അയാളങ്ങ് എഴുതി വിട്ടു. പോലീസുണ്ട്, അത് പോലീസിനെ കുറിച്ച് എനിക്ക് നല്ലവണ്ണം അറിയാം എങ്ങനെ എഴുതി വിട്ടത്. പക്ഷെ CBI അങ്ങനെയല്ല. CBIക്ക് അതിൻ്റെതായ രീതി കൊണ്ട് അവർ കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകും. പോലീസിന് നമ്മൾ ഈ പറയുമ്പോൾ നമ്പി നിന്ന് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് കേരള പോലീസിന്റെ ഒരു അന്വേഷണം. ചിലപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തും. നമുക്ക് ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം അറിയാമല്ലോ. ഒരു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു മോഷണം നടന്നു. ഒരു സംവിധായകന്റെ വീട്ടിൽ ഒരു മോഷണം നടന്നു. അതിൽ പത്രത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ മോഷണം നടന്നിട്ട് ഗോൾഡൻ അവർ നഷ്ടപ്പെടുത്താതെ കേരള പോലീസ് അങ്ങ് അറ്റം വരെ പോയിട്ട് അവരെ അതിവിദഗ്ധമായി അതിസാഹസികമായി പിടിച്ചു. സാഹസ്യമായി പിടിച്ചെന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു, ഒരു വാർത്ത ഉണ്ട്. അപ്പോഴേ അറിയാം വെറും ഒരു മോഷ്ടാവായ അയാളെ കൊണ്ടുവന്നത് തെളിവെടുപ്പിന് കൊണ്ടുവന്നത് വിലം കിട്ടാൻ കൊണ്ടുവന്നു. നിങ്ങളത് നോക്കണം. വെറും ഒരു മോഷ്ടാവാണ്. അവരാരെയും കൊന്നിട്ടില്ല, അവളാരെയും പിടിച്ചു പറിക്കുന്നില്ല, ഉപദ്രവിച്ചിട്ടില്ല, ഒരു പരിക്ക് പറ്റിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. മോഷ്ടിച്ചു, ശരിയാ, മോഷണം വലിയ ന്യായമൊന്നും ഞാൻ പറയുന്നില്ല, മോഷണം തെറ്റാണ്. പക്ഷേ വീണ്ടും ഞാൻ പറയണം, വെറും ഒരു മോഷണത്തിനെ അവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത് അവനെ വിലങ്ങിട്ട് അവർ അതിവിദഗ്ധമായി ഗോൾഡൻ അവർ കഴിയാതെ നഷ്ടപ്പെടുത്താതെ പോലീസ് പിടിച്ചുകൊണ്ട് അങ്ങ് ഈ കേരളത്തിന് പുറത്തു പോയിട്ട് ഭയങ്കര വലിയ ന്യൂസും നെളിഞ്ഞു നിന്നിട്ട് ഫോട്ടോ എടുത്തിങ്ങനെ കാണിച്ചു കൊടുക്കും. അതേസമയം എൻ്റെ മോനെ കൊലപാതകളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ വളരെ ലൂസായിട്ട് വളരെ ലാവിഷായിട്ട് പിക്നിക്ക് പോകുമ്പോൾ ഈ ഫ്രണ്ടിൽ കൊലപാതകൾ പോവുക നല്ല കൈ വീശിതാണെന്ന് പോവുകയാണ്, നല്ല ലാവിഷായിട്ട്. അവരെ കൊണ്ടുപോകാൻ ഭരിക്കുന്ന പാർട്ടിയിലെ നേതാക്കന്മാരാണ്. ഭരിക്കുന്ന പാർട്ടിയിലെ നേതാക്കന്മാരായിക്കോട്ടെ, ഭരിക്കുന്ന പാർട്ടിമാർക്ക് എന്തും ആവാമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊലപാതകം പെട്ടെന്ന് ചെയ്യാം, ഞാൻ ഭരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ മതി. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ പറയാണ്, ഈ കൊലപാതകൾ ഈ മോഷ്ടാവിനെ ഇങ്ങനെ വിലങ്ങും വെച്ച് കൊണ്ടുപോയി ഈ കൊലപാതകളെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ പോലെ കളിച്ച് ചിരിച്ച് തോളിൽ മാത്രം കയറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് ലാവിഷായി കൊണ്ടുപോയ ഈ കേരള പോലീസിന്റെ ആ DYSP എന്ന് പറഞ്ഞത് അയാൾ. പക്ഷെ എനിക്ക് പറയുമ്പോൾ ഞാൻ മോശമായിട്ട് പറയുന്നതല്ല, ഒരു എന്തെങ്കിലും ഒരു ലോജിക്ക് കാണിക്കണം. അല്പം ഒരു വാങ്ങുന്ന ശമ്പളത്തിന് വേണ്ടി ഒരു കൂറ് കാണിക്കണം. അല്ലാതെ ഈ പറയുമ്പോൾ രാഷ്ട്രീയക്കാരെ ചെറുപ്പം നിന്നൊക്കെ നോക്കി നടന്നാൽ പോലെ അതിനൊരു മര്യാദ കാണിക്കണം.